ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് മിസ് വരുന്നവരെ എന്തായാലും 1-2 മിനിറ്റ് എന്തായാലും കിട്ടും നിങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നോമ്പില്ലാത്തവരൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഒന്നാമത്തേത് നമുക്കിപ്പോ സുഖാണോ? സുഖാണ്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടിരിക്കും. അപ്പൊ നമ്മള് ഇടയ്ക്കൊക്കെ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഇരിക്കുകയാണ്, ഭയങ്കര ചൂടാണ്, അപ്പൊ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫുള്ള് ക്ലാസ് ഒന്നും കഴിയാൻ നിൽക്കണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് കിട്ടുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അത് തീരാറായിട്ടുണ്ട് അല്ലെ? ആ സെക്ഷൻ തീരാറായിട്ടുണ്ട്. അക്രഡിറ്റേഷന്റെ പഠിപ്പിച്ചു അല്ലെ? HRM 3 വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞതാണ്. ഇനി ഒരെണ്ണം കൂടിയോ നമുക്ക് അറിയുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM 3 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിൽ 1-ാമത്തെയും 3-ാമത്തെയും പഠിക്കണം എന്ന് പറഞ്ഞ് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാമത്തെയും HRM 1-ഉം HRM 3-യും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം. നെക്സ്റ്റ് നോക്കിയേ, HRM 4 ആണ്. There is an ongoing program for professional training and development of the staff. There is an ongoing program, continuous training ഉണ്ടെന്ന്. എന്തിനു വേണ്ടി? പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റാഫ്. സ്റ്റാഫിന്റെ ആ ഒരു ട്രെയിനിങ്ങിന്, സ്റ്റാഫിന്റെ വികസനത്തിന് ഒക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള, എന്തിനു വേണ്ടിയാ? എയിം എന്താ? സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓൺഗോയിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതാണ് HRM 4 പറയുന്നത്. Then HRM 5 നോക്കിയേ, staffs are appropriately trained based on their specific job description. എങ്ങനെ വേണം? എങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുത്താൽ പോരാ, അവർക്കുടെ ജോലി എന്താണ്, ആ സ്പെസിഫിക് ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിനനുസൃതമായിട്ടുള്ള, അതിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കണം. ഉചിതമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് അവരുടെ ജോലി അനുസരിച്ച്, ഈ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് അല്ലെ, അവർ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ഇതൊക്കെ അനുസരിച്ച്, ജോലിയുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് അതനുസരിച്ചുള്ള അതിന് അനുയോജ്യമായ, അപ്രോപ്രിയറ്റ്ലി അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കണം. അതാണ് HRM 5 വരുന്നത്. അത് പഠിക്കണം, ടിക്കറ്റ് വെക്കുക കേട്ടോ. സ്റ്റാഫ്സ് ആർ അപ്രോപ്രിയറ്റ്ലി ട്രെയിൻഡ്, അത്രയും മതി. സ്റ്റാഫുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. എന്തിനു ബേസ് ചെയ്തിട്ട്? അവർക്കുടെ ജോലി ഏതാണ്, ആ ജോലിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് HRM 6 ആണ്. സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ് ഇൻ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ്. ഇനി സ്റ്റാഫുകളെ എങ്ങനെ വേണം ട്രെയിൻ ചെയ്യിക്കാൻ, എങ്ങനെ പരിശീലിക്കണം? സേഫ്റ്റി, സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി, ഹോസ്പിറ്റലില് ഒരു കൊടുക്കുന്ന സർവീസ് അതിന്റെ ക്വാളിറ്റി വശങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് കണ്ടോ. സേഫ്റ്റിയും സുരക്ഷിതമായിട്ടുള്ള ഒരു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വശങ്ങള് അതനുസരിച്ച് സ്റ്റാഫിനെ പരിശീലിപ്പിക്കണം. HRM 6 ആണ്. അതും കൂടി നിങ്ങൾ അത് പഠിക്കണം കേട്ടോ. HRM 6 ടിക്കറ്റ് വെച്ചോട്ടെ. Safety and quality related aspects. Staffs are trained in safety and quality related aspects. അങ്ങനെയുള്ള വശങ്ങൾക്ക് അനുസൃതമായിട്ട് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണം. HRM 7 നോക്കിയേ, അപ്രൈസൽ സിസ്റ്റം. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക, അസസ് ചെയ്യുക, വിലയിരുത്തൽ സംവിധാനം. ഫോർ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ് എക്സിസ്റ്റ് ആസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ അനുയോജ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഏത്? ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ആ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു നല്ലൊരു വിലയിരുത്തൽ സംവിധാനം
അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ അനുയോജ്യമായിട്ടുള്ള ഇന്റഗ്രൽ പാർട്ടാണ്, അനുയോജ്യമായിട്ടുള്ള അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. എന്ത് സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു എന്ത് വേണം, ഒരു വിലയിരുത്തൽ സംവിധാനം, അപ്രൈസൽ സിസ്റ്റം. എട്ടാമത്തെ നോക്കിയേ, the process for disciplinary and grievance handling is defined and implemented in the organization. Disciplinary എന്ന് വെച്ചാൽ അച്ചടക്ക നടപടികള്, ഗ്രീവിയൻസ് എന്ന് വെച്ചാൽ പരാതികള്, ഹോസ്പിറ്റലിലെ അച്ചടക്കങ്ങളും പരാതികളും ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് എന്ത് വേണം, is defined and implemented in the organization. അത് നല്ല രീതിയിൽ എന്താ പറയാ, കറക്റ്റ് ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ ഒരു നിർദ്ദേശിച്ചിട്ടുള്ള പ്രോസസ്സ് അത് വേണം. ഇത് ഡിസിപ്ലിനറി ഗ്രീവിയൻസ് ഹാൻഡിലിങ്ങിന് ഒരു നല്ലൊരു പ്രോസസ്സ് വേണം, ഡിഫൈൻഡ് പ്രോസസ്സ് വേണം. ആൻഡ് ഇംപ്ലിമെന്റഡ്, അത് പ്രോസസ്സ് ആ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം, നടപ്പിലാക്കുകയും വേണം. Process for disciplinary and grievance handling is defined and implemented in the organization. Disciplinary grievance handling അത് ഡിഫൈൻ ചെയ്യാനുള്ള അങ്ങനെ നല്ലൊരു പ്രോസസ്സ് വേണം. അതുപോലെ അത് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഇനി അടുത്തതാണ് HRM9. The organization promotes staff well-being and addresses their health and safety needs. എന്ത് ചെയ്യണം, the organization promote ചെയ്യാന്ന് വെച്ചെന്താ, പ്രോത്സാഹിപ്പിക്കുക. The organization promotes staff well-being, സ്റ്റാഫിന്റെ ക്ഷേമം അല്ലെ, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് അഡ്രസ്സസ് their health and safety needs, അവരുടെ ഹെൽത്ത്, ആരോഗ്യത്തിന്റെ സേഫ്റ്റി ആവശ്യകതകൾ അതിനെ അഭിസംബോധന ചെയ്യുകയും സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും വേണം ഓർഗനൈസേഷൻ. ഓക്കെ, HRM9 കൂടി പഠിച്ചാൽ മതി കേട്ടോ. അതില് HRM9 കൂടി നിങ്ങൾ അതിൽ ടിക്ക് ഇട്ട് വെക്കണം. Okay. The organization promotes, organization എന്ത് പ്രോത്സാഹിപ്പിക്കണം, സ്റ്റാഫിന്റെ ക്ഷേമം, സുഖം, ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് അഡ്രസ്സസ് their, അവരുടെ ഹെൽത്ത്, ആരോഗ്യം, സേഫ്റ്റി നീഡ്സ്, സുരക്ഷാപരമായിട്ടുള്ള ആവശ്യകതകൾ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യുകയും വേണം. ഇനി അടുത്ത് HRM10 ആണ്. There is documented personal information for each staff member. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവരുടേതായ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ ഫോർ ഈച്ച് സ്റ്റാഫ് മെമ്പേഴ്സ്. അതിന്റെ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സിനും അവർക്കുടേതായ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, ഡാറ്റാസ് ഇല്ലേ, അതുപോലെയുള്ള ഡോക്യുമെന്റ് ഉണ്ട്. There is documented personal information for each staff members. ഈ HRM11 നോക്കിയേ, there is a process for credentialing. Credentialing എന്ന് പറഞ്ഞാൽ അധികാരം, credentialing. Privileging and privileging എന്ന് വെച്ചാൽ അവകാശം, അധികാരവും അവകാശവും of medical professional permitted to provide patient care without supervision. There is a process for credentialing and privilege of medical professional. Medical professionalsന് എന്താ അധികാരവും അവകാശവും ഉണ്ട്. എന്തിന്? Permitted to provide patient care without supervision. Supervision ഇല്ലാതെ, മേൽനോട്ടം ഇല്ലാതെ ഒരു രോഗി പരിചരണം, പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പ്രൊഫഷണൽസിന് എന്തുണ്ട്? അധികാരവും അവകാശവും ഉണ്ട്. ഓക്കെ, ഒരു വേറെ മേൽനോട്ടം ഒന്നും ഇല്ലാതെ അവർക്ക് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം നൽകാനുള്ള അധികാരവും അവകാശവും മെഡിക്കൽ പ്രൊഫഷണൽസിനുണ്ട്. HRM12 ആണ്. There is a process for credentialing and privileging of nursing professional. നഴ്സിംഗ് പ്രൊഫഷണൽസിന് സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യൻസ് കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്.
മെഡിക്കൽ പ്രൊഫഷണൽ ആയിരുന്നു HRM 11 പറഞ്ഞത്. HRM 12 നഴ്സിംഗ് പ്രൊഫഷണൽസിന് എന്തുണ്ട്, സൂപ്പർവിഷൻ ഇല്ലാതെ പേഷ്യന്റ് കെയർ നൽകാനുള്ള അനുവദിക്കുക, പെർമിറ്റഡ് ടു പ്രൊവൈഡ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം നൽകുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ട്. Then HRM 13 നോക്കിയേ, there is a process for credentialing and privilege of paraclinical professionals. Paraclinical professional permitted to provide patient care without supervision. ആ സൂപ്പർവിഷൻ ഇല്ലാതെ ഒരു മെഡിക്കൽ കെയർ നൽകാനുള്ള അധികാരം അവകാശവും പാരാക്ലിനിക്കൽ പ്രൊഫഷണൽസിനുണ്ട്. അതിനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പൊ നിങ്ങള് HRM-ല് HRM 1, HRM 3, HRM 5, 6, 9 അത്രയും പഠിച്ചാൽ 1ഉം 3ഉം 5ഉം 6ഉം 9. ഒന്നാമത്തെ എന്തായിരുന്നു, ഓർഗനൈസേഷൻ ഹാസ് ഡോക്യുമെന്റഡ് സിസ്റ്റം ഫോർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നല്ലൊരു ഡോക്യുമെന്റഡ് സിസ്റ്റം ഉണ്ട്, കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. Then HRM 3 എന്താണ്, സ്റ്റാഫ്സ് ആർ പ്രൊവൈഡഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് അറ്റ് ടൈം ഓഫ് ദ ജോയിനിങ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ്, ഓറിയന്റേഷൻ ട്രെയിനിങ്, എന്താ അവർക്ക് എന്താണ് ഒരു ഡയറക്ഷൻ, ആ സ്റ്റാഫുകളെ ഓർഗനൈസേഷനെയൊക്കെ പരിചയപ്പെടുത്തുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പുതുതായിട്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമല്ലേ, അപ്പൊ അവിടെ ന്യൂ സ്റ്റാഫിനെ, അതെ പുതിയതായിട്ട് ആ ഓർഗനൈസേഷനിൽ പ്രവേശിക്കുന്ന സ്റ്റാഫിനെ എന്താ ഓർഗനൈസേഷനെ കുറിച്ചും അവിടെ പ്രസന്റ് എംപ്ലോയിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അപ്പൊ സ്റ്റാഫിന് അത് പുതിയതായിട്ട് അവയർനെസ്, ശരിയാ, ഒരു അവയർനെസ് പോലെ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ്, അപ്പൊ ആരെയും അറിയില്ല, ആ സ്ഥാപനത്തെ കുറിച്ച് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇതിപ്പോ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ആ ഫിയർ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇൻഡക്ഷൻ ട്രെയിനിങ്, അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് HRM 3 പറയുന്നത്. പിന്നെ അടുത്തത് HRM 5 എന്താ, നമ്മളിന്ന് നോക്കിയതാണ്, പ്രത്യേക ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫിന് കൊടുക്കണം. പിന്നെ HRM 6 പറഞ്ഞത് സ്റ്റാഫ്സ് ആർ ട്രെയിൻഡ്, എങ്ങനെ വേണം പരിശീലനം കൊടുക്കാൻ, സേഫ്റ്റി, ക്വാളിറ്റി, അതിന് മുൻനിർത്തിക്കൊണ്ട് വേണം ട്രെയിനിങ് കൊടുക്കാൻ. HRM 9 അടുത്തതൊക്കെ ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, സ്റ്റാഫ് വെൽബീയിങ് അല്ലെ, സ്റ്റാഫിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്രയും മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റത്തെയാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഇതുകൂടി നമുക്ക് പഠിക്കാവുള്ളൂ കേട്ടോ സ്റ്റാൻഡേർഡ്സിൽ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS, സമ്മറി ഓഫ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് 7 പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ വെറും 3 മാത്രം പഠിച്ചാൽ മതി കേട്ടോ. IMS 1. IMS എന്താണ്, എക്സ്പാൻഡഡ് ഫോം എന്തായാലും നമ്മൾ പഠിക്കണം. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് IMS എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ and needs of the patients, visitors, staff and management and external agencies are met. എന്താണ്, ആ ഒരു പേഷ്യൻസിന്റെ, വിസിറ്റേഴ്സിന്റെ, സ്റ്റാഫിന്റെ, മാനേജ്മെന്റ്, എക്സ്റ്റേണൽ ഏജൻസീസ് എന്നിവയുടെ ഇൻഫർമേഷൻ നീഡ്സ് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുക അല്ലെങ്കിൽ നിറവേറ്റുക. Needs of the patient, visitors, staff and management and external agencies are met. അത് നിറവേറ്റുന്നു. രണ്ടാമത്തെയാണ് ഓർഗനൈസേഷൻ ഹാസ് എ പ്രോസസ് ഇൻ പ്ലേസ് ഫോർ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ഡേറ്റ് ആൻഡ് ഇൻഫർമേഷൻ. അവിടുത്തെ ഡേറ്റ്, അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ഡേറ്റ്. The organization has a process. ഓർഗനൈസേഷൻ ഒരു സംവിധാനം ഉണ്ട്, പ്രോസസ് ഉണ്ട്. ഇതിന് in place for management and control of date. തീയതി വിവരങ്ങളും കൈകാര്യം ചെയ്യുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ആ ഓർഗനൈസേഷന് പ്രത്യേകം ഒരു പ്രോസസ് ഉണ്ട്. In place for management and control of data and information. Date. കൺട്രോൾ ഓഫ് ഡേറ്റ ആണ് കേട്ടോ, ഡേറ്റ് അല്ല കേട്ടോ, അത് സോറി, ഡേറ്റ എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, കറക്റ്റ് ഡേറ്റാസ്, ആ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്റെ ഒക്കെ ആ ഡേറ്റ എന്നാണ്, DATA എന്നാണ് കേട്ടോ. ഡേറ്റയും ഇൻഫർമേഷനും
ഡേറ്റ് എന്നാണ് അല്ലെ ടെക്സ്റ്റില്. ഞാൻ വായിച്ചപ്പോ അങ്ങനെ വായിച്ചു, പക്ഷെ അതല്ല, ഡേറ്റ എന്ന് തന്നെ ആക്കണം കേട്ടോ. ഡേറ്റ, ഡേറ്റാസും ഇൻഫർമേഷനും കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ശരിയാണ്. മാനേജ്മെന്റിനും ഓർഗനൈസേഷനും നല്ലൊരു പ്രോസസ്, ഒരു സംവിധാനം ഉണ്ട്. അടുത്ത നോക്കിയ IMS 3 ആണ്. The patient cared for by the organization has a complete and accurate medical record. ഒരു ഓർഗനൈസേഷൻ ഒരു കെയർ ചെയ്യുന്ന, പരിചരിക്കുന്ന പേഷ്യൻസിന് പൂർണ്ണവും വ്യക്തവുമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് എന്നുള്ളത്. അതാണ് IMS. എന്തെങ്കിലും അല്ല, ഇത് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് മെഡിക്കൽ റെക്കോർഡ്. ആർക്ക്? ദ പേഷ്യന്റ് കെയർഡ് ഫോർ ബൈ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ പരിചരിക്കുന്ന പേഷ്യൻസിന്, ആ ഹോസ്പിറ്റലിൽ പരിചരിക്കുന്ന പേഷ്യന്റിന് ഒരു പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അതാണ് IMS 3 പറയുന്നത്. പഠിച്ചു വെക്കണം, ടിക്കട്ടോ കേട്ടോ. അടുത്തതാണ് IMS 4. The medical records reflects the continuity of the care. Medical record എന്ത് റിഫ്ലക്ട് ചെയ്യുന്നു? ആ കെയറിന്റെ കണ്ടിന്യൂറ്റി, നമ്മുടെ ആ കൊടുക്കുന്ന പരിചരണം, അതിന്റെ ഒരു കണ്ടിന്യൂറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് വേറെ റെഫറൻസ് ആയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനും ആ മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് അല്ലെ. ആയിട്ടുള്ള പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് ഉണ്ട്, അതൊരു റെഫറൻസ് ആണ്. അതപ്പോ നമ്മുടെ ആ പരിചരണത്തിന്റെ ആ കണ്ടിന്യൂറ്റിനെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് റിഫ്ലക്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതും പഠിക്കണം. IMS 3 4 പഠിക്കണം. ഇനി അടുത്തതാണ് IMS 5. ദ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യാത്മകത. കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, ഇന്റഗ്രിറ്റി, സമഗ്രത, ആൻഡ് സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അതുപോലെ മെഡിക്കൽ റെക്കോർഡിന്റെ സുരക്ഷ, സെക്യൂരിറ്റി ഓഫ് റെക്കോർഡ്സ്, ഡേറ്റകളുടെ ഇൻഫർമേഷൻ, ഇതിന്റെയൊക്കെ സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി, സത്യസന്ധത അല്ലെങ്കിൽ സമഗ്രത, കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, ഇതെല്ലാം ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആ ഡേറ്റ ഇൻഫർമേഷൻ ഒക്കെ വേറെ ആർക്കോ ഷെയർ ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. എപ്പോഴും അതൊരു സെക്യൂരിറ്റി വേണം, സുരക്ഷ വേണം. അതൊരു നമ്മള് പേഷ്യൻസ് തരുന്ന ഡേറ്റാസ്, അതിന് എപ്പോഴും എന്താണ്? ഒരു കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത, ഒരു രഹസ്യ സ്വഭാവം അത് സൂക്ഷിക്കണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്ലെങ്കിൽ ഒരു സമഗ്രത, സെക്യൂരിറ്റി, സുരക്ഷ, ഇതെല്ലാം റെക്കോർഡ്സിന്റെ ഡേറ്റ ഇൻഫർമേഷൻ ഇതെല്ലാം ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത് IMS 6 ആണ്. The organization ensure availability of current and relevant documents, records, data and information and provide for retention at the same. For the organization ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Availability of current and relevant document. നിലവിലുള്ളതും റിലവന്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ അതിന്റെ അവൈലബിലിറ്റി, ലഭ്യത ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കണം. അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം. റെക്കോർഡ്സ്, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് പ്രൊവൈഡ്സ് ഫോർ റീടെൻഷൻ ദ സെയിം. അത് എന്ത് ചെയ്യണം? അതേ രീതിയിൽ തന്നെ അത് നിലനിർത്തുകയും വേണം. ഈ ലാസ്റ്റ് ആണ് IMS 7. The organization carries out a review of medical records. എന്താണ്? ഒരു മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒരു അവലോകനം, റിവ്യൂ, അതിന്റെ ഒരു അവലോകനം ഓർഗനൈസേഷൻ നടത്തണം. ക്യാരി ഔട്ട്, ഓർഗനൈസേഷൻ carries out a review of medical record. മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു അവലോകനം ഓർഗനൈസേഷൻ നടപ്പിലാക്കണം. അവിടെ നമുക്ക് 3 എണ്ണം പഠിച്ചാൽ മതി. IMS 3, IMS 4, IMS 7. 3 എന്താണ്? ഒരു ഓർഗനൈസേഷൻ പരിചരിക്കുന്ന ആ പേഷ്യന്റ്, ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കണം. ഇനി IMS 4 അത് ആ മെഡിക്കൽ റെക്കോർഡ് എന്തിനെ റിഫ്ലക്ട് ചെയ്യണം? കണ്ടിന്യൂറ്റി ഓഫ് കെയർ, നമ്മുടെ പരിചരണത്തിന്റെ ആ തുടർച്ച, അതിനെ റിഫ്ലക്ട് ചെയ്യണം. ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് ഒരു മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ,
അത് ഓർഗനൈസേഷൻ നടപ്പിലാക്കണം. അപ്പൊ അത്രേ ഉള്ളൂ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഞാൻ എടുക്കുന്ന സെക്ഷൻ. അവിടെ നെക്സ്റ്റ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ 1, 2 ഇമ്പോർട്ടന്റ് പറയാമോ? ഒന്നാമത്തേലും രണ്ടാമത്തേലും. ഒന്നാമത്തെയും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചതിലാണോ? AC-യിലാണോ പറയണ്ടേ? AC-യും COP-യിലും ആണോ പറയണ്ടേ? യെസ്, ആതിര ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആതിര നിതിൻ ഒന്നാമത്തേല് ഇമ്പോർട്ടന്റ് ഒന്ന് പറയാവുന്ന, ഞാൻ പെട്ടെന്ന് നമ്പർ പറയാം. AACD ആട്ടോ, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിൽ ഇമ്പോർട്ടന്റ് നമുക്ക് പഠിക്കാൻ പറഞ്ഞത് 1, 2, 5, 6, 12, 13, 14. 12, 13, 14. ഓക്കെ, ഇതുകൂടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ COP-യിൽ പഠിക്കാൻ പറഞ്ഞത് കെയർ ഓഫ് പേഷ്യന്റില് 3, 5, 7, 10, 11, 14, 15. 3, 5, 7, 10, 11, 14, 15. അത്രയും പഠിച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് മാത്രം പഠിച്ചാൽ മതി. അതും ഫുള്ളായിട്ടൊന്നും വേണ്ട, നമുക്കത് ഓരോന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഷോർട്ട് ചെയ്ത് തന്നെ എഴുതി പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അവിടെ ആതിര മിസ് ഈ JCI ഒക്കെ തുടങ്ങിയില്ലേ? അവിടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ തുടങ്ങിയോ? യെസ്, തുടങ്ങിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് മിസ്സിങ് കണ്ടിന്യൂ ചെയ്തോളൂ അവിടെ. അപ്പൊ നമുക്ക് അങ്ങനെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് ഷെയർ ചെയ്താട്ടോ. അതായത് നമ്മുടെ ഒന്നാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ അത്ര വലിയ ചാപ്റ്റർ അല്ലല്ലോ, 3 ചാപ്റ്റർ ആയതുകൊണ്ട് ഞാനപ്പോ അത് ഷെയർ ചെയ്തതാണ്. അപ്പൊ മിസ്സിന് വേഗം ആ പോർഷൻ തീർത്തു കഴിഞ്ഞാൽ 6th മൊഡ്യൂളിലേക്ക് കയറാലോ. അപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, 8ാമത്തെ ചാപ്റ്ററിൽ ലാബിന്റെ കുറച്ച് സെക്ഷൻ ആണ് ഞാൻ എടുത്തത്, അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ മൊഡ്യൂളിലേക്കാണ്. 6ാമത്തെ മൊഡ്യൂളില് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 6th മൊഡ്യൂളില് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടോ നിങ്ങളുടെ ടെക്സ്റ്റില്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ നിങ്ങളുടെ? വലിയൊരു ചാപ്റ്റർ ആണല്ലേ അത്. ഇല്ല, 36 ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയില്ല. നമ്മുടെ ചാപ്റ്റർ 36 ആണ് പേജ് നമ്പർ. ഇവിടെ ആൻസി ബിസ്മയൊക്കെ പ്രൊഫൈല് പിക്ചർ നിങ്ങളുടെ പിക്ചർ ആണോ ഇട്ടേക്കുന്നത്? പിന്നെ ഞാൻ ഒരു സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതു ആൻസി വിസ്മയൊക്കെ യെസ് ആൻസി, അതെ, നല്ല നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും ഇത് കാണാനായിട്ട് ഇതിനകത്ത് ഫോട്ടോയിലൊക്കെ. ഓക്കെ, നിങ്ങളുടെ മുഖം ഒന്ന് കേറി. നീതുവിന്റെയും മോക്കടെയും മൈ പിക്ചറാണ്. കുറച്ചു പേര് ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്നവരുടെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ എടുത്ത് നോക്കി അറിയാം. ഓക്കെ, നമ്മള് ഇനി 36 എന്നല്ല നിങ്ങൾ പറഞ്ഞത് പേജ് നമ്പർ. മിസ് പറഞ്ഞത് ഇതിനെ ആഡ് ചെയ്ത് നോക്കി. വെരി ഗുഡ് എന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് എനിക്കൊരു തോന്നലുണ്ടല്ലോ, പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ മുഖമൊക്കെ എന്റെ മനസ്സിലൊന്ന് കയറുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പിക്ചർ ജസ്റ്റ് ഒന്ന് ഇടാൻ. ബുദ്ധിമുട്ടായോ അങ്ങനെ പറഞ്ഞത്? കുറച്ച് ദിവസം ഇട്ടിട്ട് നിങ്ങൾ മാറ്റിക്കോ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കുറച്ചിങ്ങനെ പേര് കാണുമ്പോ ആ കുട്ടിയാണല്ലോ വിസ്മയനെ മോളാണല്ലേ കൂടെ, മോക്കളെ പിടിച്ചോണ്ടിരിക്കുന്ന പടാന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ കാണുന്നുണ്ട്. അയ്യോ, അവിടെ എവിടെ പോയി? 36 എത്തിയില്ലേ? 35, 36. ഓക്കെ, ഇനി നോക്കിയേ, ചാപ്റ്റർ 2 ആണ് നമ്മൾ ഇനി മൊഡ്യൂൾ 6ല് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, നമ്മളതൊന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ.
നോക്കിയേ, ഇത് നമ്മൾ അറിയാലോ, നിങ്ങൾ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളൊക്കെ എച്ചയിൽ എങ്ങനെയായിരുന്നു? ആദ്യത്തെ മൊഡ്യൂൾ വളരെ സിമ്പിള്, രണ്ടാമത്തെ കുഴപ്പമില്ല, 3-4 മൊഡ്യൂളിലേക്ക് വന്നപ്പോ ഇച്ചിരി ടഫ് പോലെ തോന്നി അല്ലെ? ചാപ്റ്റേഴ്സ് ഇത്തിരി വലുതായതുകൊണ്ട് തോന്നിയില്ലേ? തോന്നി ചെറുതായിട്ട്. ചാപ്റ്റേഴ്സ് കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ കമ്പയർഡ് ടു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, തേർഡ് ഫോർത്ത് മൊഡ്യൂള് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മിസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അതുപോലെയാണ് നമുക്ക് ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്. അത് ചില ചാപ്റ്റേഴ്സ് ഇത്തിരി നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലത് നമ്മൾ ഇതുപോലെ ഉള്ളപ്പോഴും അറിയാം. ഡിപ്ലോമയില് എന്താ പറയുക, ഡിപ്ലോമയില് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഈസിയാണ്, തേർഡ് ഫോർത്ത് മൊഡ്യൂൾ വരുമ്പോൾ ഇച്ചിരി ടഫ്. അതുപോലെ മോഡൽ എക്സാം ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ, അതാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തത് തന്നെ ഞാൻ പറയും. ഓരോ സെക്ഷൻസ് എടുക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് തരാം. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തെടുക്കുക. ബാക്കി നമ്മുടെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ നോക്കിയ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. അഡ്മിനിസ്ട്രേഷൻ ഒരു ഭരണപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, അവിടുത്തെ മെയിൻ്റനൻസ്, അവിടുത്തെ പരിപാലനവും പ്രവർത്തനവും പരിപാലനവും എങ്ങനെ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ, ഒരു ഭരണപരമായിട്ടുള്ള വീക്ഷണം. അതിൽ വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവും പരിപാലനവും, അതാണ് ചാപ്റ്റർ 2. ഇനി ഫസ്റ്റത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്? എന്താണ് ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്? ഒരു ആരോഗ്യ പരിചരണ പ്രവർത്തന മാനേജ്മെന്റ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പല പല പ്രവർത്തനങ്ങളുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു ഹെൽത്ത് കെയറിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടാ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടു ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുക. എന്ത്? ഡേ ടു ഡേ പ്രാക്ടീസ്, ഒരു ദിവസത്തെ കാര്യമാണോ? ദൈനംദിന പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം എവിടെ? ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ദിവസേനയുള്ള മേൽനോട്ടമാണ്. ഇതിനു വേണ്ടി ദാറ്റ് ഇമ്പാക്ട്, അത് എന്തിനു സ്വാധീനിക്കുന്നു? ദ ക്ലയന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ അനുഭവം, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് അല്ലെ? ആ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതിനെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ? എല്ലാ പേഷ്യൻസും എന്താ? നല്ലൊരു അനുഭവം ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണം, നല്ലൊരു എക്സ്പീരിയൻസ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ പേഷ്യൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ അനുഭവത്തില് ഓർഗനൈസേഷന്റെ ഗോൾസിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേനയുള്ള ഡേ ടു ഡേ ദൈനംദിനമായിട്ടുള്ള ദിവസേനയുള്ള മേൽനോട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ അറിയാം, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. ക്ലിയർ ആയോ? അവിടുത്തെ പ്രവർത്തനങ്ങളുടെ, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടാണ്, ഡേ ടു ഡേ പ്രാക്ടീസ് ആണ്. ഒരു ദിവസം നോക്കിയാൽ പോരാ, 2 ദിവസം നോക്കിയാൽ പോരാ, ഡേ ടു ഡേ ദിവസേനയുള്ള ദൈനംദിനമായിട്ടുള്ള, അതാണ് ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ്. അത് എന്തിനു സ്വാധീനിക്കുന്നു? നല്ലൊരു പേഷ്യന്റ് എക്സ്പീരിയൻസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ, അതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിനമായിട്ടുള്ള മേൽനോട്ടത്തിനെയാണ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. ഡേ ടു ഡേ പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇത് അത്രയും അണ്ടർലൈൻ ചെയ്തിടണം. ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം,
ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേനയുള്ള അല്ലെങ്കിൽ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ദീസ് പ്രാക്ടീസസ്, അപ്പൊ ഈ നമ്മൾ പറഞ്ഞു മേൽനോട്ടം എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ അത് നമുക്ക് ഈ ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ പ്രാക്ടീസിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. These practices are typically broken down into 3 components. എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു ഹോസ്പിറ്റലില് പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് അല്ലെ, അപ്പൊ ഈ പ്രാക്ടീസുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 3 കമ്പോണൻസ് ഉണ്ട്. ബ്രോക്കൺ ഡൗൺ ഇൻടു 3 കമ്പോണൻസ്. എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. ഫിനാൻഷ്യൽ, ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ മേൽനോട്ടമുണ്ട്. അടുത്തതാണ് ലീഗൽ, നിയമപരമായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞത് ഏതാ? 3 രീതിയിൽ നമുക്ക് തിരിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ. ക്ലിയർ ആയെന്നൊക്കെ? ഈ രീതികള് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഇതിനെ 3 രീതിയിൽ തിരിക്കാം. ഏതൊക്കെയാ? ഒന്ന് ഭരണപരമായിട്ടുള്ള മേൽനോട്ടവും കാര്യങ്ങളും മാനേജ്മെന്റും, പിന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന്റെ മേൽനോട്ടം ഒക്കെ, പിന്നെ കുറച്ച് നിയമപരമായിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പോളിസി പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, അതിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. ഇനി താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്നത്, ലീഗലില് വരുന്നത് എന്ത്? എക്സാമിന് ചോദിക്കാം. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഏതൊക്കെയാണ്? ഓഫൺ ഇൻവോൾവ് മാനേജിങ് ക്ലൈമുകളില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിലെ ക്ലൈമുകളില്ലേ, ഇൻഷുറൻസ് ക്ലൈം കാര്യങ്ങള്, അതിന്റെ കൈകാര്യം. മെഡിക്കൽ ബില്ലിങ്, പിന്നെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, റവന്യൂ വരുമാനം, ഹോസ്പിറ്റലിലെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. ആൻഡ് വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ്. വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്. അതായത് നമ്മൾ അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഇല്ലേ, അഡ്വാൻസ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന് ബിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് അവിടെ തിരിച്ചു തരും. ചിലപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ്ഡ് അവിടെ അടച്ചിട്ടുണ്ടാവും, പിന്നെ ബില്ല് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് റിട്ടേൺ തരും അത് അല്ലെ. വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. ചോദിക്കാം ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ വരുന്നത് ക്ലൈമുകൾ മാനേജ് ചെയ്യുക, മെഡിക്കൽ ബില്ലിങ് കാര്യങ്ങൾ ശരിയാക്കുക, റവന്യൂ എന്ന് വെച്ചാൽ എന്താ? വരുമാനം, റവന്യൂ സൈക്കിൾ, ഹോസ്പിറ്റലിലെ ആ ഒരു ഇൻകം അല്ലെ, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ്, പിന്നെ വാല്യൂ ബേസ്ഡ് റീഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്തത് നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്, ഭരണപരമായിട്ടുള്ള ടാസ്ക്. അതിലെന്തൊക്കെയാ വരുന്നത്? മേ ഇൻക്ലൂഡ് കീപ്പിംഗ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈസ് അല്ലെ. മെഡിക്കൽ ഓഫീസ് സപ്ലൈകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് വേണം അവിടെ. നമ്മൾക്ക് അതിന് കറക്റ്റ് ഇത് വേണം, എത്ര ഇതുണ്ട്, എത്ര എക്യുപ്മെന്റ്സ് കാര്യങ്ങള്, ഇതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഉള്ള റെക്കോർഡ് വേണം. മെഡിക്കൽ ആൻഡ് ഓഫീസ് സപ്ലൈ, മെഡിക്കൽ സപ്ലൈയുടെയും ഓഫീസ് സപ്ലൈയുടെയും കറക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ്. ദെൻ ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്, ഈ എംപ്ലോയിയുടെ അവിടെ ഷെഡ്യൂൾ ചെയ്യണ്ടേ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര പേരുകള് ഷെഡ്യൂൾ ചെയ്യണം അവരെ. അതിപ്പോ നമുക്ക് എന്താണ് ഷിഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ റെസ്പോണ്ടിങ് ടു ക്വസ്റ്റ്യൻ ഫ്രം ദ സ്റ്റാഫ് ആൻഡ് കസ്റ്റമേഴ്സ്, സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ്, അവരുടെ ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യണം. ആൻഡ് അപ്ഡേറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പുതുക്കുക അല്ലെങ്കിൽ നവീകരിക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് മേക്ക് ഇൻവോൾവ്സ് ഡാഷ്. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൽ വരുന്നത് ഏതൊക്കെയാണ്? മെഡിക്കൽ ഓഫീസ് സപ്ലൈകള് ഇവിടെ റെക്കോർഡ് കാര്യങ്ങൾ വേണം, എംപ്ലോയീസിന്റെ ഷെഡ്യൂളിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം വേണം, പിന്നെ സ്റ്റാഫ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യണം, പിന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും വേണം.
ഇനി അടുത്തതാണ് മൂന്നാമത്തെ ലീഗൽ ആയിട്ടുള്ള കാര്യം. ലീഗൽ പ്രാക്ടീസസ് യൂഷ്വലി റിവോൾവ് അറൗണ്ട് ദ കംപ്ലൈൻസസ് ആൻഡ് ക്രെഡൻഷ്യലിംഗ്. ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിനെ ചുറ്റിപ്പറ്റിയാണ്? റിവോൾവ് എന്തിനെ പറ്റിയ? റിവോൾവ് കംപ്ലൈൻസസ്, ഹോസ്പിറ്റലിന്റെ പാലനം, കംപ്ലൈൻസസ് പാലിക്കുക, ഇന്ന റൂൾസുകൾ പാലിക്കണം. ആൻഡ് ക്രെഡൻഷ്യലിംഗ് അധികാരം, അതായത് പോളിസി പ്രൊസീജിയറുകൾ, ഹോസ്പിറ്റലിന്റെ പോളിസി പ്രൊസീജിയറുകൾ, അതിനെ ചുറ്റിപ്പറ്റിയാണ് ലീഗൽ പ്രാക്ടീസസ്. Legal practices usually revolve around the compliances and credentialing. ഹോസ്പിറ്റലിന്റെ പാലനവും അതുപോലെ തന്നെ അവരുടെ ക്രെഡൻഷ്യലിംഗ് അധികാരവും, അതായത് ഒരു പോളിസി പ്രൊസീജിയർ അതിനെ ബേസ് ചെയ്തിട്ട്. മൂന്നെണ്ണം ക്ലിയർ ആയെന്ന് നോക്കിയേ. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, ലീഗൽ ആയിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാ വന്നേന്ന് നോക്കാം. ഓക്കെ, ലീഗൽ അപ്പൊ തന്നെ മെസ്സേജ് ഇട്ടു ക്ലിയർ ആവുന്നുണ്ടെന്ന്, ഓക്കെ ആണെന്ന്. ഓക്കെ, അപ്പൊ അത് മൂന്നും ഒന്ന് നോട്ട് ചെയ്യണം. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അവിടെ. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ അറിയാം ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ. ലീഗൽ എന്ന് പറഞ്ഞാലും നമുക്കറിയാം നിയമപരമായിട്ടുള്ള, അത് പോളിസി പ്രൊസീജിയറിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി നോക്കിയേ, എസെൻഷ്യലി ദോസ് who work in healthcare operation management focus on. അപ്പോൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന് വർക്ക് ചെയ്യുന്നവര് പ്രധാനമായിട്ടും എന്തിനെ ഫോക്കസ് ചെയ്യണം? ഓവർസീയിങ് ദ ഫെസിലിറ്റി ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ. അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി, ആ സൗകര്യങ്ങള്, സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങള്. ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്തിനെ ഫോക്കസ് ചെയ്യണം? ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി, സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടാണ് ഓവർസീയിങ്. വിച്ച് പ്ലേ, അത് എന്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു? വൈറ്റൽ റോൾ ഇൻ ദ ഡെലിവറി ഓഫ് കെയർ. അല്ലെ, നമുക്ക് തരുന്ന ആ കെയർ, രോഗി പരിചരണം, അതിന്റെ ഡെലിവറി, അല്ലെ, അത് നമുക്ക് തരുന്നതിന് ഒരു പ്രധാനമായിട്ട് പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അല്ലേ നമുക്കൊരു നല്ലൊരു പരിചരണം തരാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന്. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ നല്ല രീതിയിലാണെങ്കിൽ അല്ലേ നമുക്കൊരു നല്ലൊരു കെയർ തരാൻ പറ്റുള്ളൂ, ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അതായത് നമ്മുടെ ഫെസിലിറ്റിയും സ്റ്റാഫ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് നല്ലൊരു പരിചരണം തരുന്നതിന് പ്രധാനപ്പെട്ട റോള് പങ്കുവഹിക്കുന്ന കാര്യമാണ് അവര്, ഫെസിലിറ്റി സ്റ്റാഫ് ഫംഗ്ഷൻസും. അപ്പൊ ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് എന്ത് ചെയ്യണം? എന്തിനു ഫോക്കസ് ചെയ്യണം? അവിടെ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ പോരാ. എന്താണ് അവിടുത്തെ ഫെസിലിറ്റി, സ്റ്റാഫ് ഫംഗ്ഷൻ, ഇതിന്റെ മേൽനോട്ടത്തെ ഫോക്കസ് ചെയ്യണം. എങ്കിലാണ് എന്ത് നമുക്ക് നല്ലൊരു ഡെലിവറി ഓഫ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലേ, ഡെലിവറി ഓഫ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഫെസിലിറ്റികൾ വേണം, എങ്കിലാണ് നല്ലൊരു രോഗി പരിചരണം കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിരിക്കണം. എങ്കിലാണ് അല്ലെ നല്ല സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളാണെങ്കിലാണ് അതിനനുസരിച്ച് നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നല്ലൊരു രോഗി പരിചരണം നൽകുന്നതിന് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് ആരൊക്കെ? ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളും. അപ്പൊ അതിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, വേറെ കാര്യങ്ങൾ നോക്കിയാൽ പോരാ. അപ്പൊ ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നവര് എന്തിനെ ഫോക്കസ് ചെയ്യണം? അണ്ടർലൈൻ ചെയ്തോട്ടോ, എക്സാമ്പിൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ തന്നെ. Those who work in healthcare operation management focus on dash. എന്തിനു ഫോക്കസ് ചെയ്യണം? ആ ഓവർസീയിങ് ദ ഫെസിലിറ്റിയിലെ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം, അതിനെ വേണം അവര് ഫോക്കസ് ചെയ്യാൻ. ക്ലിയർ ആയോ നോക്കിയത്? ഓക്കെ ആണല്ലേ? അപ്പൊ അത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കേട്ടോ, കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിടാതെ. നമുക്ക് ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് വെക്കല് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറഞ്ഞാലേ കുറച്ചും കൂടി ഒരു എന്താ ഇച്ചിരി കട്ടിയായിട്ടുള്ള, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോണ കാര്യമില്ല. സിമ്പിൾ ആണ് എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അല്ലാതെ നമ്മൾ കാണുമ്പോഴേ നമുക്ക് എന്താ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പോലത്തെ ചാപ്റ്റേഴ്സ് അല്ല. ഇപ്പൊ 6th മൊഡ്യൂളിൽ കയറിയല്ലോ, കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ കയറിയിട്ടുണ്ടാവും 5th കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ഓൾമോസ്റ്റ് ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാം, പോർഷൻസ് എങ്ങനെയുണ്ട്?
കുറച്ചൊരു ഇതാണോ? നമ്മൾ അത്ര ഇതായിട്ടുള്ള കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അവിടെ. എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പറയുമ്പോ എളുപ്പമുണ്ടല്ലേ? പറഞ്ഞു വരുമ്പോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ എളുപ്പമുണ്ട് നിങ്ങൾക്ക്. ശരിയാണ്. എളുപ്പമാണോ? ബുദ്ധിമുട്ടുണ്ടോ? എടുത്ത അത്രയ്ക്കും പഠിക്കാനുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, പഠിക്കാനുണ്ട്. ശരിയാ, പഠിക്കാനുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പഠിക്കണം, അത്രയും കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. നിങ്ങളപ്പോ പഠിക്കാനുണ്ട് അല്ലേ? ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. എന്നും നോക്കുന്നുണ്ട്. വെരി ഗുഡ്. കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ലെങ്ത് അത് തന്നെ, അതൊരു പ്രശ്നമാണല്ലേ? പെൻഡിങ് വെച്ചാൽ ബുദ്ധിമുട്ടാ. അതെ, കേട്ടു. പെൻഡിങ് വെച്ചാൽ ബുദ്ധിമുട്ടാ. ഇന്ന് നമ്മളെ കുറച്ചേ എടുത്തുള്ളൂ. ഇന്ന് എടുക്കണത് ഇന്ന് തന്നെ വായിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ് നമുക്ക്. അതാണ് നമ്മളത് നോക്കണ്ടേ. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ മെനക്കെട്ട് പഠിക്കാൻ വന്നല്ലേ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിപ്പോയാൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ ലാസ്റ്റ് എക്സാം വരുമ്പോഴേ ഭയങ്കര മൈൻഡിൽ വെക്കാറുണ്ടെന്ന്. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ലൈവ് ക്ലാസ്സിൽ കയറുമ്പോ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വെക്കാറുണ്ടെന്ന്. പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണ്ട, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എങ്കിൽ പോലും ഞാൻ പറയുക, നമുക്ക് ലാസ്റ്റ് പഠിക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സാം ആവുമ്പോൾ എല്ലാവരുടെയും പോർഷൻസ് വരും, നമുക്ക് ആദ്യം കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു അന്നേരം നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം. നമ്മളത് ടെൻഷനും പറയാറുണ്ടല്ലോ. എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഫസ്റ്റ് ക്ലാസ് കയറുമ്പോ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അത് എന്താണ്, എന്റെ മക്കളെ നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്നത് ചെറിയ ക്ലാസ്സിൽ മുതൽ ടീച്ചേഴ്സ് പറഞ്ഞു തരും നമ്മളോട് എന്താ അന്നന്ന് പഠിപ്പിക്കുന്നത്, അന്നന്ന് വായിക്കണം. അതേപോലെ തന്നെ നമ്മൾ വലുതായിരുന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് വായിച്ചു വെക്കണം. എക്സാമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ എളുപ്പമായി നമ്മുടെ മനസ്സിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താ? ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു എന്താണ് ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദിവസേനയുള്ള കാര്യങ്ങളുടെ മേൽനോട്ടമാണ് ഏത് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ആ ഒരു ഫസ്റ്റ് സെന്റൻസ് നമ്മൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിക്കാം. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ നമ്മൾ 3 രീതിയിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയുണ്ട്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ട്, ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് ഓരോന്നിലും ഇൻവോൾവ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഇൻക്ലൂഡ് ഡാഷ്. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിൽ വരുന്നത് ഏത്? അപ്പൊ അവിടെ വരുന്നത് ഏതെന്ന് പറഞ്ഞുകൊണ്ട് മാനേജിംഗ് ക്ലൈം, ഓപ്ഷൻ ബി മെഡിക്കൽ ബില്ലിംഗ്, ഓപ്ഷൻ സി ഷെഡ്യൂളിംഗ് എംപ്ലോയീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അപ്പൊ എന്താ, നമ്മള് ഷെഡ്യൂളിംഗ് എംപ്ലോയീസ് ആണ് കറക്റ്റ്. ബാക്കി 2 ഫിനാൻഷ്യൽ ആണ്. അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കണം. പിന്നെ നമ്മൾ ലീഗലാണ്. ലീഗലിന് വേറൊന്നുമില്ല. എന്തിനെ ചുറ്റിപ്പറ്റിയ? അത് നമ്മുടെ പാലനവും ക്രെഡൻഷ്യലിംഗ് അധികാരവും അത് പോളിസി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ലീഗൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സെന്റൻസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് എന്തിനു ഫോക്കസ് ചെയ്തോളണം? അവിടുത്തെ ഫെസിലിറ്റിയുടെയും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെ ഫോക്കസ് ചെയ്യണം. അവിടെ എവിടെയും പോയി വായി നോക്കിയിരുന്ന പോരാ. എന്തിലെ അവർ ഫോക്കസ് ചെയ്യണം? ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നവര് അവിടുത്തെ ഫെസിലിറ്റിയിലെയും സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെയും അവർ വേണം ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അല്ലെ? ഇനി അടുത്ത നോക്കിയേ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ. എന്താണ് ഈ ഓപ്പറേഷൻ ഒരു ഹെൽത്ത് കെയറിലെ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ആയാൽ പോരെ, എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ? അതിന്റെ ഒരു പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം മാനേജ്മെന്റ് ഹെൽത്ത് കെയറിലെ അതിന്റെ പ്രാധാന്യം എന്ത്? The importance of operation management in healthcare cannot be overstated. അതിന്റെ പ്രാധാന്യം നമുക്ക് അമിതമായിട്ട് പറയാൻ കഴിയില്ല. As the healthcare industry, it is incredibly diverse. അതെന്താ? അത് വൈവിധ്യമാർന്നിരിക്കും. ഒരിക്കലും നമ്മുടെ ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ആ ഹെൽത്ത് കെയറിലെ
പ്രവർത്തനങ്ങള് എപ്പോഴും എന്താണ് അത് അത് വിശ്വസനീയ നമുക്കൊരു അവിശ്വസനീയമാവിധം അതൊരു വൈവിധ്യമാർന്നുകൊണ്ടിരിക്കും, ഡൈവേഴ്സ് ആണ് ഇത്. എന്ത് ചെയ്ത ഒരു എപ്പോഴും അതൊരു ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വിചിത്രം മാറിക്കൊണ്ടിരിക്കും. Operations often require unique solution, ഒരു യുണീക്ക് ഒരു അതുല്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു അവിശ്വസനീയമാവിധം അത് ഡൈവേഴ്സ് ആണ്. ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത് എന്താ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കും, ഒരു ഡൈവേഴ്സ് ആണ്, വൈവിധ്യം മാറുന്നതിനാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വലിയൊരു പരിഹാരങ്ങള് ആവശ്യമായിട്ട് വരാം. യൂണിക് സൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്, പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സവിശേഷമായിട്ടുള്ള ഒരു പരിഹാരം ആവശ്യമായിട്ട് വരാം. Okay, healthcare industry is incredibly diverse. Healthcare industry എന്ന് പറഞ്ഞാൽ ഒരു വൈവിധ്യമാർന്നതാണ്, എപ്പോഴും ഒരുപോലെയുള്ളതല്ല, വൈവിധ്യമാർന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓപ്പറേഷൻ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം, ഓഫൺ റിക്വയർ യൂണിക് സൊല്യൂഷൻ, ഒരു യുണിക് ആയിട്ടുള്ള ഒരു അതുല്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആവശ്യമാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്, പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സവിശേഷമായിട്ടുള്ള പരിഹാരങ്ങൾ ആവശ്യമായിട്ട് വരുന്നതിനാൽ if you are an urgent care clinic, നിങ്ങളൊരു urgent care clinic ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, the way you operate is different than that of assisted living facility. ഒരു assisted living facilityയിലെ പ്രവർത്തനങ്ങളെക്കാൾ എന്തായിരിക്കും, നമ്മളത് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. ണ്ടോ ഒരു അർജന്റ്, ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെടുമെന്ന് ഈ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതേപോലെ കൊടുക്കണം. ഇപ്പൊ സാധാ പോലെ പോരാ, അല്ലെ? ഒരു സാധാ രീതിയിൽ പ്രവർത്തിക്കുന്ന അവിടത്തെ ഈ പ്രവർത്തനങ്ങൾ പോലെ പോരാ ഏത് ഒരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട അവിടെ, അല്ലെ? ഒരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ദ വേ യു ഓപ്പറേറ്റ് അവിടുത്തെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം, ഇസ് ഡിഫറെന്റ് ദാൻ ദാറ്റ് ഓഫ് അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി. അതായത് ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റിയിലേക്കാൾ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും ഈ ഒരു അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ്, അത് ആ ഒരു മാർഗം ഡിഫറെന്റ് ആയിരിക്കും, അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഒരു അസിസ്റ്റന്റ് ലിവിംഗ് ഫെസിലിറ്റിയിലേക്കാളും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും, ഒരു അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വികലാംഗരായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകൾക്കോ ഒക്കെ ഉള്ള ഒരു ഭവന സൗകര്യമാണ് അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റി. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ പോലെ അല്ല, അതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട്. ഏത് ഒരു അർജന്റ് കെയർ ക്ലിനിക് അവിടുത്തെ പ്രവർത്തനങ്ങള്. അതായത് നമുക്കൊരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും വൈവിധ്യമാർന്നതാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ എന്താണോ അവിടുത്തെ ഇത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യത്യാസമായിട്ടിരിക്കും. അർജന്റ് കെയർ ക്ലിനിക് ആണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. As a healthcare industry is incredibly diverse and the operation often requires a unique solution based on the variety of factors. ഒരു സവിശേഷമായ പരിഹാരങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരാം. ഇനി നോക്കിയേ, ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് ദാറ്റ് സപ്പോർട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ്, അല്ലെ? ഒരു ഓപ്പറേഷൻ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻ, ഇപ്പൊ നമുക്ക് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ഇപ്പൊ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യൂലേ? പണ്ട് നമ്മൾ വേണ്ട ഒരു അപ്പോയിന്റ്മെന്റ് തന്നെ എടുക്കണ ആര്യം നോക്കിയാൽ മതി. നമ്മൾ പണ്ട് നേരെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യൂ നിന്ന് അങ്ങനെ വേണം അപ്പോയിന്റ്മെന്റ് എടുക്കുക. ഇന്ന് ഓൺലൈനാണ്, 24 hours നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ ശരിക്കും ആ ഒരു സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് നമുക്കുണ്ട്.
ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അല്ലെ? വലിയൊരു രീതിയിൽ വ്യാപകമായിട്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് എടുക്കണ ആരും പറഞ്ഞത്, പണ്ടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി നിന്ന് നമ്മൾ കുത്തിപ്പിടിച്ച് 10, 15, 20 പേർക്കിടെ ബാക്കിൽ നിന്ന് വേണം ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് സുഖമാണ്, നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് എടുക്കാം. അപ്പൊ അതായത് സോഫ്റ്റ്വെയർ നമ്മൾ വന്നിട്ടുണ്ട്, പുതിയ പുതിയ ടെക്നോളജി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. So it is crucial. അതുകൊണ്ട് ഇത് നിർണായകമാണ് to understand what each solution offers and how it suits your needs and customer base. അപ്പൊ അതിനാൽ ഓരോ സൊല്യൂഷൻസും, ഓരോ സോഫ്റ്റ്വെയർ ഓപ്ഷൻസ് അത് എന്താണ് പറയുന്നത് അല്ലെ, അത് എന്താണ് ചെയ്യുന്നത്, അത് നമ്മുടെ ആവശ്യങ്ങൾക്കും ഉപഭോക്താക്കളുടെ കൺസ്യൂമർ ബേസിനും എങ്ങനെ അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് സെന്റൻസ് അതിലെന്താണ് ചെയ്തിടണം? Healthcare software options that support the operation management very widely. വ്യാപകമായിട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർസ്. അതുകൊണ്ട് അത് നിർണായകമാണ്. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ. അത് നിർണായകമാണ്. എന്ത്? ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈച്ച് സൊല്യൂഷൻ ഓഫേഴ്സ്, എന്താണ് ഓരോ സോഫ്റ്റ്വെയർസും നമുക്ക് ഓഫർ ചെയ്യുന്നത്, ആൻഡ് ഹൗ ഇറ്റ് സ്യൂട്ട് യുവർ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് എങ്ങനെയാണ് സ്യൂട്ട് ആവുന്നത്, ആൻഡ് കസ്റ്റമർ ബേസ്, കസ്റ്റമറിന്റെ അടുത്തിറക്കി അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അത് ഓരോ സോഫ്റ്റ്വെയർസ് ഓപ്ഷൻസും എങ്ങനെയാണ് അത് സ്യൂട്ട് ആവേണ്ടത് അത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കിയേ, പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ക്യാൻ ഹെൽപ്പ് യു ഓവർകം എ വെറൈറ്റി ഓഫ് ഒബ്സ്ട്രാക്കിൾസ്. ഒബ്സ്ട്രാക്കിൾസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ, വെറൈറ്റി ഓഫ് ഒബ്സ്ട്രാക്കിൾസ്, തടസ്സങ്ങൾ. പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തന മാനേജ്മെന്റ് എന്തിനു സഹായിക്കും? ക്യാൻ ഹെൽപ്പ് യു ഓവർകം, എന്തിനെ മറികടക്കാൻ? പലതരത്തിലുള്ള തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സോ യു ക്യാൻ പ്രൊവൈഡ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കാം അല്ലേ? നല്ലൊരു പ്രവർത്തന മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല പല തടസ്സങ്ങളെ, പേഷ്യൻസിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന പല പല തടസ്സങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ, മറികടക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്, നമുക്ക് നല്ലൊരു മികവുറ്റ ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അറ്റ് എവരി ഇന്ററാക്ഷൻ, ഓരോ ഇന്ററാക്ഷനിലും നമുക്ക് നല്ലൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Proper operation management can help you to overcome a variety of dash ഇതിനെ obstacles, തടസ്സങ്ങളെ മറികടക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ്? സോ യു ക്യാൻ പ്രൊവൈഡ് ചെയ്യണം നല്ലൊരു കസ്റ്റമർ സർവീസ് ഓരോ ഇന്ററാക്ഷനിലും പ്രൊവൈഡ് ചെയ്യണം. The right solution can eliminate manual process to save both time and money. അണ്ടർലൈൻ ചെയ്തോ? ഈ ശരിയായിട്ടുള്ള സൊല്യൂഷൻ എന്തിനെ എലിമിനേറ്റ് ചെയ്യും? മാനുവൽ പ്രോസസ്സിനെ. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ മാനുവൽ പ്രോസസ്സ്. ഓരോ ഫയലും ചീട്ടും ഒക്കെ കൈകൊണ്ട് ചെയ്തതും ഇപ്പൊ നമുക്ക് സോഫ്റ്റ്വെയറുകൾ വന്നതോടുകൂടി കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? നമ്മുടെ മാനുവൽ പ്രോസസ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സമയം ലാഭിക്കാം, പൈസ ലാഭിക്കാം അല്ലെ? പൈസയും സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സമയം, ടൈം, ഇതൊക്കെ നമുക്ക് മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കും, നമ്മുടെ ഭാരം ഇല്ലാതാക്കുകയും എലിമിനേറ്റ് ദ മാനുവൽ പ്രോസസ് ആൻഡ് സേവ് യു ബോത്ത് ടൈം ആൻഡ് മണി. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. And it can make HIPAA compliances easier and more consistent. Health HIPAA നിങ്ങൾ പഠിച്ചതാ. Health Insurance Portability and Accountability Act. ഓർക്കണ്ടോ? HIPAA, Health Insurance Portability and Accountability Act.
കംപ്ലൈൻസസ് ഈസിയർ, അത് പാലിക്കുന്നത് ഈസി ആക്കുന്നു, കൂടുതൽ സ്ഥിരമാകുകയും ചെയ്യുന്നു, കൂടുതൽ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു, എളുപ്പമാക്കുകയും കൂടുതൽ സ്ഥിരതയുള്ളതാക്കാനും പറ്റുന്നു. ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ്, നമ്മൾ ശരിയായ ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ക്യാൻ ഓൾസോ ഇംപ്രൂവ് സ്റ്റാഫ് ആൻഡ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഒരു നല്ലൊരു ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾസ്, പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറ്റും? ക്യാൻ ഓൾസോ ഇംപ്രൂവ്, എന്ത് മെച്ചപ്പെട്ടാൽ? സ്റ്റാഫ് ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റാഫിന്റെ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമാകും. പ്രൊമോട്ട് മോർ എഫക്റ്റീവ് കൊളാബറേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ആൻഡ് റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ബോട്ടിൽനെക്സ്, ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞ തടസ്സങ്ങൾ ഇൻ യുവർ വർക്ക് ഫ്ലോ, നമ്മുടെ ആ വർക്ക് ഫ്ലോയിലെ തടസ്സങ്ങളെ കുറയ്ക്കാനോ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇല്ലാതാക്കാനോ പറ്റും. അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 3 കാര്യങ്ങൾ അവിടെ പറയണത്. ഒരു ശരിയായിട്ടുള്ള ടൂൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റാഫിന്റെ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ പറ്റും. പിന്നെ പ്രൊമോട്ട് മോർ എഫക്റ്റീവ് കൊളാബറേഷൻ എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൊളാബറേഷൻ, സഹകരണം പ്രോത്സാഹിപ്പിക്കാനും, പിന്നെ അതുപോലെ തന്നെ റിഡ്യൂസ് ഓർ എലിമിനേറ്റ്, കുറയ്ക്കുകയോ ഇല്ലാതാക്കാനോ പറ്റുന്ന ഇത് ബോട്ടിൽനെക്സ്, തടസ്സങ്ങൾ ഇൻ യുവർ വർക്ക് ഫ്ലോ, നമ്മുടെ ആ വർക്ക് ഫ്ലോ, അവിടുത്തെ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാനും പറ്റും. ആ സെന്റൻസും കൂടി അതിൽ അണ്ടർലൈൻ ചെയ്തിടുക. ആ പാരഗ്രാഫിലെ 3 സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അടുത്തത് റൈറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? മാനുവൽ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നു, നമ്മുടെ സമയവും മണി പൈസേനെ ലാഭിക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ ടൂൾ, നല്ലൊരു ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതിനെ സഹായിക്കും. 3 കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ചലഞ്ചസ് ആണ് ഇവിടെ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. മൊഡ്യൂൾ എക്സാമിന്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവിടുന്ന് ഇൻഫർമേഷൻ തരൂ കേട്ടോ. ഇത് പറഞ്ഞിട്ടില്ല, എക്സാമിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 5th കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ 6th മൊഡ്യൂളിലേക്ക് എല്ലാവരും കയറുകയാണ്. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കും കേട്ടോ. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.